അടുത്ത നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ടേക്ക് ഇൻ എ നെയിം ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ഓൺ എ ലിസ്റ്റ് ഓഫ് അലൗഡ് നെയിംസ് യൂസിങ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മള് നേരത്തെ ചെയ്ത കൂട്ട് തന്നെ ഒരു ഇൻപുട്ട് കൊടുക്കുക. അതായത് നെയിമിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ചെയ്യാനുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുത്ത നെയിം, അതായത് പേരുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേരുണ്ടെങ്കിൽ നമുക്കൊരു പ്രിന്റ് ഓഫിനകത്ത് നമുക്ക് എന്തെങ്കിലും പേര് ഇതിനകത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു എന്തോ ഒരു വേർഡോ ഒരു സെന്റൻസോ കാണാൻ എഴുതാൻ പറ്റും. അല്ല ഇല്ലെങ്കിൽ വേറെ പേര് ഇതിനകത്ത് ഇല്ല എന്നുള്ള ഒരു സെന്റൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ആ രീതിയിലാണ് നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാം. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നെയിം വെച്ചിട്ടില്ലേ, അപ്പൊ നമുക്ക് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ നെയിം എന്ന് പറഞ്ഞ് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത്. നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് ഓഫ് എൻ്റർ എൻ്റർ നെയിം, ഏതെങ്കിലും ഒരു നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് if name in ഇതേ സെയിം ഒരു പ്രോബ്ലം നമ്മൾ വൗവൽസിന്റെ ലിസ്റ്റിനകത്ത് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അവിടെ വൗവൽസ് ലിസ്റ്റിനകത്ത് വന്നു, ഇവിടെ നമുക്ക് നെയിംസ് ലിസ്റ്റിനകത്താക്കി കൊടുക്കാൻ പറ്റും. ലിസ്റ്റ് ഓഫ് ഡബിൾ കോഡ്സിനകത്ത് നമുക്ക് ഏതൊക്കെ പേരാണ് ലിസ്റ്റിനകത്ത് വരുന്നതാണ് ഇപ്പൊ കൊടുക്കുന്നത്. ബെൻ, ഡബിൾ കോഡ്സിനകത്ത് ആര്യൻ, ഡബിൾ കോഡ്സിനകത്ത് ജോയിൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻഡന്റേഷൻ കൊടുക്കണം. എന്നിട്ട് അതായത് ഈ പേരുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഏത് ഒരു പേരായിരിക്കുമല്ലോ. ഇപ്പൊ എന്റെ നെയിം നോക്കുമ്പോൾ ഏതൊരു പേര് ടൈപ്പ് ചെയ്യും. ആ പേര് ടൈപ്പ് ചെയ്ത പേര് നമ്മൾ ഈ ലിസ്റ്റിനകത്തുള്ള പേരുമായിട്ട് ഉണ്ടെങ്കിൽ പ്രിന്റ് ഓഫ് എന്ത് പ്രിന്റ് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ഓഫ് ഇറ്റ് ഈസ് എ അലൗഡ് നെയിം, അഥവാ നെയിം ഈസ് അലൗഡ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. നെയിം ഈസ് അലൗഡ്. ഓക്കെ, അല്ല നമ്മൾ ടൈപ്പ് ചെയ്ത് ചേരുന്ന പേര് അതിനകത്തങ്ങ് ഈ ലിസ്റ്റിനകത്തെ ഇല്ലാത്ത പേരാണെങ്കിൽ പ്രിന്റ് ഓഫ് എന്താണ്, നെയിം ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, അലൗഡ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ലിസ്റ്റിനകത്തുള്ള ഒരു പേര് കൊടുക്കാം, ബെൻ എന്ന് കൊടുത്തു. അപ്പം നെയിം ഈസ് അലൗഡ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ. ഇനി ഒന്നുകൂടെ റൺ ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്തൊരു പേര് കൊടുക്കാം. ഇല്ലാത്തൊരു പേര് എന്തുവാ, ലാരി കൊടുക്കാം. ലാരി. ഓക്കെ, ഉണ്ടോ, നെയിം ഈസ് നോട്ട് അലൗഡ്. അതായത് അതിനകത്ത് ഇല്ലാത്ത പേര് കൊടുത്തപ്പോൾ നെയിം ഈസ് നോട്ട് അലൗഡ്, ഇല്ലാത്തൊരു പേരാണ് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.